വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ അംഗൻവാടി പ്രവേശനോത്സവം നടത്തി. വാർഡിലെ 2 അംഗൻവാടികളായ വാൽപ്പറമ്പ്, മണലിപ്പാടം അംഗൻവാടികളുടെ പ്രവേശനോത്സവമാണ് നടത്തിയത്. CDPO ജയലക്ഷ്മി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. എന്താണെങ്കിലും ഭക്ഷണ സാധനം നേരത്തെ കരിയും പയറും കഞ്ഞിയും അതുപോലെ ഉച്ചയ്ക്ക് 3 മണിക്കുള്ള ഗോതമ്പ് ഉപ്പുമാവും മാത്രമായിരുന്നു. ഇന്ന് അംഗൻവാടികളിൽ നമ്മൾ രാവിലെ പാലും മുട്ടയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ പാലും മുട്ടയും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് വെജ് പുലാവ്, മുട്ട ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ചോറ്, സാമ്പാർ, അതുപോലെ കഞ്ഞി, ചെറുപയർ ഉപ്പേരി, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. വൈകുന്നേരങ്ങളിലാണെങ്കിലും ഇഡ്ഡലി, സാമ്പാറും വരെ ഇപ്പോൾ അവരുടെ അംഗൻവാടിയുടെ മെനുവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കിയ ഭക്ഷണ മെനു പ്രകാരമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഇപ്പോൾ നമ്മളത് ആ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അംഗൻവാടിയിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിലെല്ലാം ഫാസ്റ്റ് ഫുഡായി മാറിക്കഴിഞ്ഞു അല്ലേ. പാക്കറ്റ് ഫുഡ് വാങ്ങുന്ന, ഓർഡർ ചെയ്യുന്ന, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. അതിൽ ബിരിയാണി ഉണ്ടാവാം, പൊറോട്ട ഉണ്ടാവാം, ബീഫ് ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷേ അപ്പം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ മക്കൾ മറന്നു പോവുകയാണ്. ചീരയും മുരിങ്ങയും അതുപോലെയുള്ള പിന്നെ പപ്പായ, മാങ്ങ, ചക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറന്നു പോവുകയാണ്. അപ്പോൾ അത് മറന്നു പോവാതിരിക്കാനും ആ കാലാകാലങ്ങളിൽ കിട്ടുന്ന ഭക്ഷണത്തിലെ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ 3 വയസ്സ് വരെ ഇല്ലെങ്കിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് പുതുക്കിയ ഭക്ഷണമെന്നും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അംഗൻവാടികളിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ആദരവും നൽകി. മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകിയാണ് ആദരിച്ചത്. വാർഡ് മെമ്പർ R. സുരേഷ് യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർമാരായ C. ഗിരിജ, P. ശൈലജ, ICDS സൂപ്പർവൈസർ ശ്രുതി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.